2025 ഡിസംബർ മാസം 14 മുതൽക്ക് 20 വരെയുള്ള, അതായത് ഞായർ മുതൽ ശനി വരെയുള്ള 7 ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ, അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത്. നമുക്ക് ആദ്യമായിട്ട് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രക്കാരെയാണ് മേടം രാശി കൊണ്ട് വ്യവഹരിക്കപ്പെടുന്നത്. ഇതിലെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും കുജനും 16-ാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നുണ്ട്. അത് 9-ാം ഭാവമായിട്ട് വരുന്നു ഈ മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം. ബുധ ശുക്രന്മാർ അഷ്ടമത്തിലാണ്, വൃശ്ചികത്തിലാണ്. ഗുരു 3-ലാണ്, മിഥുനത്തിലാണ്. 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഇവരുടെ ഗ്രഹസ്ഥിതി പറയുന്നത്. ഈ ആഴ്ച ജോലി സംബന്ധിച്ച്, അവരുടെ കരിയർ അഥവാ ജോലി ഇതൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ 9-ാം ഭാവത്തിലെ സൂര്യനും കുജനും തമ്മിലുള്ള യോഗം നല്ലതാണ്. ഭാഗ്യം അവരെ പിന്തുണയ്ക്കുന്നുണ്ട്, ശക്തവുമാണ്. പുതിയ പുതിയ അവസരങ്ങളുണ്ടാവും. ജോലിയിലെ ചില പ്രൊമോഷൻസും ഒക്കെ ഉണ്ടാകും. അതുപോലെ വിദേശ ബന്ധങ്ങൾ പുതിയതായിട്ട് ഉണ്ടാകാൻ സാങ്കത്യമുണ്ട്. ധനഭാവം അത് നേരത്തെ മറഞ്ഞു പോയ അഥവാ കിട്ടില്ല എന്ന് വിചാരിച്ച ചില വരുമാനങ്ങളൊക്കെ അവർക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രോവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് തുകകൾ, ടാക്സിൻ്റെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ, ഇതൊക്കെയും അനുകൂലമായിട്ട് വരാവുന്നതാണ്. കുടുംബപരമായിട്ട് ഗുരു അഥവാ പിതാവ്, പിതൃവ്യന്മാരായിട്ടുള്ളവർ, അങ്ങനെ ഉള്ളവരിൽ നിന്നുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9-ലെ സൂര്യൻ്റെ സ്ത്രീയാണ് അതിന് അനുകൂലമായിട്ട് വരുന്നത്. എന്നാൽ സഹോദരന്മാർ അഥവാ സഹോദര സ്ഥാനത്ത് വരാവുന്നവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ടെൻഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അവർക്ക് ഈ ആഴ്ച പൊതുവെ ചൂട് കൊണ്ടുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുപോലെ അസിഡിറ്റി ഉണ്ടാകാം, രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലുള്ളവർ അത് പരിശോധിക്കേണ്ടതാണ്. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആശുപത്രി ഡോക്ടർമാരെ കാണുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇവർക്ക് നവഗ്രഹ ഹോമം, എല്ലാ ഗ്രഹങ്ങൾക്കും ഒന്നിച്ച് ചെയ്യുന്നതായിട്ടുള്ള നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും.